സെയിം കോൺസെപ്റ്റ് ബട്ട് 2 ഡിഫറെൻറ്റ് ഫാബ്രിക്കിലാണ് നമ്മളിന്ന് അൺസ്റ്റിച്ച്ഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതായത് എല്ലാവർക്കും കോട്ടൺ ഇഷ്ടമാണ്. സോ നമ്മൾ കോട്ടനും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ട ഫാബ്രിക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കോട്ട. അപ്പോൾ സെയിം കോൺസെപ്റ്റിലാണ് ബട്ട് നമ്മൾ 2 കോട്ടയിലും ട്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോട്ടണിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കോട്ടണിൽ കാണാം. അതായത് ക്രോഷോ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ നന്നായിട്ട് യോക്ക് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കൊടുത്തുകൊണ്ട് പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു അൺസ്റ്റിച്ചാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ്. ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ യോക്കിൽ ഇതുപോലെ ക്രോഷോടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പാച്ച് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബക്കറ്റ് ഷേപ്പ് യോക്ക് കൊടുത്തിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി നല്ലൊരു പ്രിൻറ്റഡ് ഫാബ്രിക്കാണ്. ബാക്കിൽ സെയിം പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ തന്നെ വരും. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ക്രോഷ്യോ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഇതിൻ്റെ എല്ലാം നമ്മൾ കോമ്പിനേഷൻസ് പറയുന്നത് നമ്മുടെ ക്രോഷ്യോ വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ബോട്ടം ടോപ്പും ഈ ഒരു ബേസ് വൈറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. ടോപ്പിലായിരിക്കും നമുക്ക് ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സോ അതായത് ദുപ്പട്ട കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളി ക്രോഷ്യോ കൊടുത്ത് നമ്മൾ യൂണീക്കായിട്ട് വരുന്നത്, അതായത് എപ്പോഴും നമുക്ക് കാണത്തില്ല. നോർമലി കാണുന്ന പ്രിൻറ്റഡ് ചന്തേരി നാസ്ബിൻ അതൊക്കെ മാറിയിട്ട് അതിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറെൻറ്റ് ടച്ച് കൊടുത്തുകൊണ്ടുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതിൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ദെൻ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം എന്ന് പറയുന്നത് ഇതുപോലെ കോട്ടൺ ബോട്ടം കേട്ടോ. പ്രൈസ് വരുന്നത് 1490, 1490 പ്രൈസ്. കോട്ട വരുമ്പോഴും സെയിം തന്നെയാണ് കേട്ടോ. രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ കോട്ട ഇഷ്ടമുള്ളവർക്ക് കോട്ട ചൂസ് ചെയ്യാം, കോട്ടൺ വേണമെന്നുള്ളവർക്ക് കോട്ടൺ ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. അടുത്ത ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ്, നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ. ദെൻ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. നല്ലൊരു മീൻസ് നമ്മളെപ്പോഴും കാണുന്നതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. വേണ്ട ദുപ്പട്ട ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളി ക്രോഷ്യോ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ക്യൂട്ട്നെസ് ആയിരിക്കും. അതായത് നമുക്ക് ഒരു കോമ്പിനേഷൻ വൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്ലാസി സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാവൻഡർ പിങ്ക് ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. അതെ ഇങ്ങനെയാണ് ടോപ്പ്. ദുപ്പട്ടയിൽ നമ്മൾ സെൻറ്റർ പോർഷൻ നാസ്ബിൻ മെറ്റീരിയൽ എടുത്തുകൊണ്ട് ഫുൾ ഇതുപോലെ സീക്വൻസ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പിന്നെ എൻഡിൽ നമ്മുടെ സെയിം ഫാബ്രിക്കിൻ്റെ പാച്ചും അതുപോലെ നല്ല ബിഗ് ബോർഡറിൽ വരുന്ന ക്രോഷ്യം കൊടുത്തിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. കോട്ടൺ ബോട്ടം 1490. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ യെല്ലോ. നിങ്ങൾക്ക് ഹൽദി പോലുള്ള ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. അതുപോലത്തെ ഒരു നല്ല ഹൽദി യെല്ലോ ഷെയ്ഡാണ് അടുത്തത് വരുന്നത്. യെല്ലോ ടു വൈറ്റ് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാസ്ബിൻ ദുപ്പട്ട, കോട്ടൺ ബോട്ടം. ഇനി നമുക്ക് കോട്ടയുടെ കാണാം. കോട്ടയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് 2 ഷെയ്ഡ്സ് ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പീച്ചാണ്, നല്ലൊരു ഓറഞ്ച് പീച്ചാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. കോൺസെപ്റ്റ് എല്ലാം സെയിം നമ്മുടെ ആ ഒരു ക്രോഷ്യോ പാച്ചൊക്കെ. ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഷെയ്ഡഡ് പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബേസ്, അതായത് നമ്മുടെ ടോപ്പിൻ്റെ ബേസ് ഫുള്ള് വൈറ്റിൽ കോൺട്രാസ്റ്റ് കളറിൽ ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ യോക്കിൽ നല്ല പീച്ച് ടോണിൽ വരുന്ന ക്രോഷ്യോ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ യോക്ക് ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ. കോട്ടയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രിൻറ്റിങ് ഒരു ഡിജിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഹൈലൈറ്റ് ലുക്കാണ് നമുക്ക് ഒരു പ്രിൻറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. പ്ലസ് ഇതിനകത്ത് വരുന്ന ദുപ്പട്ട എന്ന് പറയുന്നൊരു ഷെയ്ഡഡ് സ്റ്റൈലിൽ ബുട്ട വർക്ക്, അതായത് നാസ്ബിനിൽ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം PV മെറ്റീരിയൽ വരുന്ന ഒരു ഡാർക്ക് പീച്ച് ടോണിൽ വരുന്ന ബോട്ടം. നല്ല ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. നമുക്കൊരു ഓണം തീമിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലൊരു പേർപ്പസാണ്, നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള റേഞ്ചിലും പിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. 1490. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ വൈറ്റ് ടു സ്കൈ ബ്ലൂ ആണ്. നല്ല ഹൈലൈറ്റ് ലുക്ക് ഉണ്ട് കേട്ടോ. ഫ്ലോറൽസൊക്കെ നല്ലൊരു ഹൈലൈറ്റ് ലുക്കിൽ വരുന്ന ടൈപ്പ് നല്ലൊരു പാറ്റേൺ. വേണ്ടേ ടോപ്പ് ദുപ്പട്ട നാസ്ബിൻ ദുപ്പട്ട ഷെയ്ഡഡ് ആട്ടോ. നമുക്ക് വൈറ്റ് ഇവിടെ ചൂസ് ചെയ്യേണ്ടവർക്ക് വൈറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാം. നല്ലൊരു മീൻസ് എന്താ പറയുക, ഭയങ്കര ഫ്ലോയി ആണ്. നമുക്ക് നാസ്ബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ദുപ്പട്ട നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. ബോട്ടം 1490. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്